എക്സ്പി ഫാർം കാണാൻ നല്ല രസമുണ്ട്. എൻ്റെ ബേസ് ഇവിടെ നിന്നാൽ കാണാം, എൻ്റെ ഫാർം ഇവിടെ നിന്നാൽ കാണാം, എൻ്റെ ആ ഒരു ബിൽഡ് ഇവിടെ നിന്നാൽ കാണാം, എൻ്റെ ഷുഗർ കെയിൻ, പിന്നെ എൻ്റെ ക്യാമ്പിംഗ് ഏരിയ ഇവിടെ നിന്നാൽ കാണാം, എൻ്റെ വേസ്റ്റ് ഡ്രോപ്പിംഗ് ഏരിയ ഇവിടെ നിന്നാൽ കാണാം, എൻ്റെ ഫാം ഇവിടെ നിന്നാൽ കാണാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ഈ ചക്കൻ പറയുന്നേ, കുറച്ച് നേരമല്ലേ തുടങ്ങിയിട്ട് എക്സ്പി ഫാം കാണാം, അത് കാണാം, ഇത് കാണാം. നിങ്ങൾ നോക്കുമ്പോൾ ഇതെന്താ ഇതൊക്കെ പണിത് എപ്പിസോഡൊന്നും വന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ ഗൈസ്. ഓക്കെ, അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്തു, ബട്ട് അതിൽ എൻ്റെ വോയിസ് വന്നിട്ടില്ല. അത് ഹെഡ്സെറ്റിന്റെ പ്രശ്നമായിരുന്നു. ഹെഡ്സെറ്റിൽ കണക്ട് ആയത് എറർന്ന് കാണിച്ച്, പക്ഷെ ഞാനത് മൈൻഡാക്കിയില്ല. ഞാൻ വേറെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് മൈൻഡാക്കാണ്ട് കളഞ്ഞ്. വോയിസ് നോക്കുമ്പം വോയിസ് ഇല്ല. 2, 3, 4, 5 ഒരു 10-20 മിനിറ്റിന്റെ വീഡിയോ ആയിരുന്നു. 20 മിനിറ്റ് 20-30 മിനിറ്റിന്റെ ഒരു വീഡിയോ ആയിരുന്നു. അതും പോയി കിട്ടി. ആൻഡ് ഞാൻ കുറച്ച് അധികം പണികൾ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഞാൻ നേരത്തെ വേസ്റ്റ് ഡ്രോപ്പിംഗ് ഏരിയ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതുണ്ടാക്കിയത് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചില്ലേ. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ റെക്കോർഡ് ചെയ്ത വീഡിയോയിലുണ്ടായിരുന്നു, പക്ഷെ വന്നില്ല. ശോകം. നിങ്ങൾ പിന്നെ ഷെയ്ഡറൊക്കെ മാറിയതായിട്ട് കാണും. ഞാൻ ഷെയ്ഡർ ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടായിരുന്നു. നമ്മൾ മറ്റേതുപോലത്തെ ഷെയ്ഡർ മാറ്റാൻ മാത്രമേ ഇടാവൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ അത് മാത്രം ഇടാം. അല്ലെങ്കിൽ ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യും, ഞാൻ അങ്ങനെ ഇടാം. ആൻഡ് അതിലടക്കി. ഓക്കെ, നമുക്ക് താഴെ ചെന്നിട്ട് കുറച്ച് വുഡ് ഗ്രൈൻഡ് ചെയ്യാനുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് വുഡ് എടുത്തിട്ട് മറ്റേ അതിൻ്റെ പേരെന്തായിരുന്നു, ഫെൻസ് ഉണ്ടാക്കാനുണ്ട്. ഫെൻസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റിനും വെച്ച് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പോഴെവിടെയോ കുറച്ച് ഫെൻസ് ഉണ്ടായി. 3 അല്ലല്ലോ, 3 ഉള്ളോ? ഇതെന്നെ ഗ്രൈൻഡിങ്ങിന് കൊണ്ടുപോകാൻ. ഒരു മിനിറ്റ്, ഞാനേ ഇതുവരെ ഇതിലൊരു മറ്റേ ഡയമണ്ടിന്റെ ആക്സ് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു ഡയമണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. അതിലിപ്പോ കുഴക്കുന്നത് കേട്ടില്ലേ? എനിക്കൊരു പട്ടീനെ കിട്ടിയായിരുന്നു. ആക്ച്വലി ഞാൻ നോക്കുമ്പോ ഒരു പട്ടി, ഒന്നല്ല 2 പട്ടീനെ കിട്ടി. പിന്നെ അതിനെ ബ്രീഡ് ചെയ്തപ്പോൾ ഒരെണ്ണം കൂടി കിട്ടി. അതിന്റെ കൂടെ അതിനെയും ബ്രീഡ് ചെയ്തപ്പോൾ വേറെ ഒരെണ്ണത്തിന് കിട്ടി. അങ്ങനെ കിട്ടി എൻ്റെ കയ്യിൽ ഇപ്പൊ 4 പട്ടിയാണ്. ഒരു പട്ടി താഴെയുണ്ട്. ആൻഡ് ഞാൻ കുറച്ച് സീക്രട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിക്കാം എന്താണ് സീക്രട്ട് എന്നൊക്കെ. ഐ നീഡ് സം വുഡ്. ആദ്യമേ എനിക്ക് കുറച്ച് വുഡ് വേണം. എനിക്ക് പക്ഷെ ആ സിൽക്ക് ടച്ച് പിക്കാക്സ് കിട്ടിയത് മറ്റേ ഡയമണ്ടിന് ആവണായിരുന്നു. പക്ഷെ ഞാനത് നോക്കിയില്ല. എന്തേലും ആവട്ടെ, കിട്ടിയത് കിട്ടി, പോയത് പോയി. ഞാൻ കുറച്ച് വുഡ് ഗ്രൈൻഡ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇതങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള വുഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഡയമണ്ട് ഹാക്സിന് ഇത്രയും ലൈഫ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാട്ടോ പറഞ്ഞത്. പെട്ടെന്നൊന്നും ഈ സാധനം പൊട്ടത്തില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് കാർപ്പറ്റൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ വഴിയൊക്കെ ഞാൻ കാർപ്പറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കമന്റ്സിൽ പറ എൻ്റെ 3 പട്ടിക്ക് എന്ത് പേരൊക്കെ ഇടണം, ഏതൊക്കെ പേരിടണം. എൻ്റെ മോനെ തീയിലോട്ടൊന്നും പോലെ അവിടെ കയറിയിരുന്നു. അവിടെ ഇരിക്കുക, അവരുടെ കൂടെ ഒരക്കല്ലിടാ. എനിക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് വല്ലാത്ത സൗണ്ട്. ഓക്കെ, ആൻഡ് ഈ സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാവയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ബക്കറ്റ് ലാവ, പിന്നെ ജസ്റ്റ് ഡോട്ടൊക്കെ വെച്ച് പിന്നെ സെറ്റാക്കി. പിന്നെ ഇവിടെ മൊത്തം കാർപ്പറ്റ് ഇട്ടു. കാർപ്പറ്റ് എനിക്ക് കിട്ടിയത് ഞാൻ ഇവിടെ ഷെയർ ചെയ്തായിരുന്നു. ഷെയർ ചെയ്തിട്ട് കിട്ടിയ കാർപ്പറ്റൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ ഫുള്ള് സെറ്റാക്കി. അയ്യോ പോയി കിടക്കട്ടെ. ആൻഡ് ഞാൻ കുറച്ച് സീക്രട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കിടക്കട്ടെ കാണിക്കാം നിങ്ങളെ. ഇപ്പൊ കാണിക്കില്ല, ഇപ്പൊ ഫുള്ള് കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എവിടെയാ പണിതെന്ന്. നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ എൻ്റെ വാല്യുബിൾ സാധനങ്ങളൊക്കെ വെക്കാനായി പ്രത്യേകം ഒരു മുറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രേ കാണിക്കത്തുള്ളൂ. ഇനി ഞാൻ പോവാം. എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഞാൻ 10ാമത്തെ എപ്പിസോഡ് ഓർ 15ാമത്തെ എപ്പിസോഡ്, ചിലപ്പോൾ 20ാമത്തെ എപ്പിസോഡിലായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വരുന്നതായിരിക്കും എപ്പിസോഡ്. ഞാനിത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയില്ല അല്ലേ. എനിക്ക് പിന്നെ മറ്റവനില്ലേ, മറ്റേ പട്ടീനെ തപ്പി പോയായിരുന്നു ഒന്നോടി. മറ്റേ റസ്റ്റി എന്ന് പറയുന്ന ഒരു പട്ടീനെ തപ്പി പോയായിരുന്നു. അതിനെ തപ്പി പോയപ്പോ നമുക്ക് മറ്റേ ഇതിനെ കിട്ടി. പേരെന്താ കാണിക്കുന്നേ, എനിക്ക് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ.
റസ്റ്റി എന്ന് പറയുന്ന പട്ടീനെ കണ്ടപ്പോൾ എനിക്കൊരു ജംഗിൾ ബയോം കിട്ടി. ജംഗിൾ ബയോമിൽ നിന്ന് ഞാൻ പിന്നെ അറിയാലോ അല്ലേ, സാധാ സാപ്ലിങ് എടുത്തു, പിന്നെ കുറച്ച് വുഡൊക്കെ എടുത്തു, അത്രയൊക്കെ തന്നെ. വേറെ ഒന്നും ചെയ്തില്ല സ്പെഷ്യലായിട്ട്. പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാട്ടോ, നമ്മുടെ സാധനം. പിന്നെ വീഡിയോ എത്ര ലോങ് ആക്കണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആരും കമന്റ് ചെയ്യുന്നില്ല ഗൈസ്. ആകെ ഗെയിം ഗ്ലാഡിയേറ്റേഴ്സും ഗിയർ ഗ്ലാഡിയേഴ്സും കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്യുന്നുള്ളൂ. വേറെ ആരും കമന്റ് ചെയ്യുന്നില്ല. അയ്യേ, ഇതിൽ കൂടെ അയ്യേ. ഇങ്ങനെ ആക്കാല്ലേ. ഞാൻ ഇവിടെ ഒന്ന് വെച്ച് സെറ്റാക്കിയിട്ട് കാണിക്കാം ഗൈസ്. അത് തികഞ്ഞില്ല, നമ്മൾ ഇത്രയും ചെയ്തു, പക്ഷെ ബാക്കി തികഞ്ഞില്ല. നമുക്ക് ഇനിയും ഉണ്ടാക്കണം. ഞാൻ പിന്നെ അടുത്ത ഇത് XP ഫാം ആക്കാന്ന് പറഞ്ഞിട്ട്, XP ഫാം അല്ല, മറ്റേ ക്രീപ്പർ ഫാം ഞാൻ സെറ്റാക്കാം സുഹൃത്തുക്കളെ. ഈ പൂച്ചേനെ കിട്ടണ്ടേ എവിടെന്നേലും? പൂച്ചേനെ കിട്ടുന്നില്ല. പൂച്ച വേണോ അതിന്? ത്രികോണം 2 വെച്ച പോലെ ഒരു XP ഫാം ഉണ്ട്, അതാണ് ഞാൻ നോക്കുന്നത് ഉണ്ടാക്കാൻ. പക്ഷെ അതിന് പൂച്ചേനെ വേണം നമുക്ക്. ഞാൻ പിന്നെ അറിഞ്ഞത് അതില് നോക്കിയപ്പോ പൂച്ചേനെ വേണം. അപ്പൊ അതൊക്കെ സെറ്റാക്കാനുണ്ട്. പൂച്ചേനെ കിട്ടട്ടെ. പൂച്ചേനെ കിട്ടിയാ അപ്പൊ തന്നെ ഞാൻ ഉണ്ടാക്കും, സ്പോട്ടിലുണ്ടാക്കും ഞാൻ. 50 വേണോ? സത്യം പറഞ്ഞ 50 വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പിന്നീട് ഇതിന്റെ ഉള്ളിൽ ഫർണിച്ചർ നല്ലതൊക്കെ ആയിട്ട് നമുക്ക് വെച്ചുകൊണ്ടിരാം. നമ്മുടെ രണ്ടാമതൊരു കുഞ്ഞു ബേസ്, അത്രേ ഉള്ളൂ. കുഞ്ഞില്ല, ഇച്ചിരിയൊക്കെ വലുത്, അങ്ങനെ വേണമെങ്കിൽ പറയാൻ. ഞാൻ വീണ്ടും ഇത് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ ചുറ്റിനും ഞാൻ ഈ സാധനം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുഴി ഇട്ടേക്കുന്നില്ലേ, ഇതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഗ്ലോ സ്റ്റോൺ വെക്കണം സുഹൃത്തുക്കളെ. ഗ്ലോ സ്റ്റോൺ ഇതൊന്ന് ഗ്ലിച്ച് ആവുന്ന പോലെ. ആദ്യം ഒന്നും ആവാത്തെ ബെഡ് റോക്ക് അറിയാലോ നിങ്ങൾക്ക് അതിനെ കുറിച്ച്. അതിന്റെ ഗ്ലിച്ച് ആയിരിക്കും, ഗെയിം ഗ്ലിച്ച്. ഇതെന്താ രണ്ടാമത് വെക്കുമ്പോഴേ കറക്റ്റ് ആവുന്നല്ലോ ചില സമയം. അവിടെ വേണ്ട, അവിടെ വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് ഗ്ലോ സ്റ്റോൺ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഞാൻ നെതറിൽ പോയിട്ട് മറ്റേ ഡസ്റ്റ് കളക്ട് ചെയ്തായിരുന്നു ഗ്ലോ സ്റ്റോണിന്റെ. സിൽക്ക് ടച്ച് പിക്കാക്സ് ആയിട്ട് പോയാൽ മതിയായിരുന്നു, പക്ഷെ അയേൺ ആയതുകൊണ്ടാണ് ഞാനത് എടുക്കാണ്ടിരുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോവാ. എവിടെയോ ഞാൻ ഡസ്റ്റ് വെച്ചുണ്ടായി. നമ്മുടെ ഒരു 3 ഓൾറെഡി ഉണ്ട്. അത് കൂടാതെ എവിടെയോ ഞാൻ ഡസ്റ്റ് വെച്ചിട്ടുണ്ടായല്ലോ. ഡസ്റ്റ് ഇല്ലേ? അതാ ഒരു സെക്കൻഡ്. ഡസ്റ്റ് പിന്നെ കിട്ടാൻ വലിയ ടഫ് ഒന്നും ഇല്ല, നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഡസ്റ്റ്. ഐ മീൻ ഗ്ലോ സ്റ്റോൺ ഡസ്റ്റ്. ഓക്കെ, അല്ലാണ്ട് സാധാ പൊടിയല്ല. ഇനി നമുക്ക് അതിന്റെ മേലെ കയറുക, അത് വെക്കുക, സെറ്റ്. ഞാൻ ഇത് നടുന്തൊക്കെ റെക്കോർഡ് ചെയ്ത വീഡിയോയിലുണ്ടായി. ഞാൻ വെറുതെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടാണല്ലോ മൈക്കും വർക്കായിരുന്നില്ല. എന്താ ചെയ്യണ്ടേ? എന്നിട്ട് ഞാൻ അതെല്ലാം കളഞ്ഞു. ഞാൻ വേറെന്ത് ചെയ്യാനാ കളയാതെ? ഇനി ആകെപ്പാട് 2 ഉണ്ട്. 1 2 3, പിന്നെ ഇവിടെ ഒരു 4. സെറ്റിമസ്. ഓക്കെ ഗൈസ്, അങ്ങനെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനൊന്നും ഇല്ല. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് റൗണ്ട് പോലെ നമ്മൾ നല്ല അത്യാവശ്യം വൃത്തിയിലൊക്കെ ഇച്ചിരി വൃത്തിയൊക്കെ ഉണ്ട്, സംഭവം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫർണിച്ചർ കാര്യങ്ങൾ എല്ലാം ഇതിൻ്റെ ഇവിടെ വെക്കണം. ഞാൻ ചിലപ്പോൾ ബെഡ് ഇവിടെ അല്ല, ഇവിടെ 2 ഇടും ബെഡ്. പിന്നെ ചെസ്റ്റും ക്രാഫ്റ്റിംഗ് ടേബിളും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. അപ്പൊ അതൊക്കെ ഞാൻ എടുത്തിട്ട് വരട്ടെ. ഓക്കെ, അങ്ങനെ നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് നേരെ മേലെ പോവാം. ഓക്കെ, സെറ്റ്. അയ്യോ,
ഞാൻ പിന്നെ റേസിനൊക്കെ പോകുന്നതാണ്. പിന്നെ ഇതിന്റെ ഞാൻ കഴിഞ്ഞ വട്ടം പോളിഗണ്ണിന്റെ റേസിന് പോയായിരുന്നു. അത് കില്ലാടി സൈക്കിൾ ആയിരുന്നു. അത് എത്രയോ രൂപയുടെ വണ്ടി ആയിരുന്നു. അത് എനിക്ക് ഓർമ്മയില്ല. ആൻഡ് ഞാൻ 2 നീല പെയിന്റ് അടിച്ച നീല ഡൈ കൊടുത്തിട്ടുള്ള ഒരു ഇത് എടുത്തിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഭവത്തിന്റെ പേരൊക്കെ ചോദിച്ചാ അങ്ങനൊന്നും ചോദിച്ചാൽ പറയാറുണ്ടോ. ആൻഡ് നമ്മുടെ സ്മോക്കർ ഉണ്ട്, പിന്നെ ഫർണസ് ഉണ്ട്. ഒരു സ്മോക്കർ കൂടി ഉണ്ടാക്കാം, 2 വെക്കാം. ഒരു മിനിറ്റ്. ഇനി ഇത് ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ. ഇനി അതിന്റെ നടുക്ക് ഫർണസ് വെച്ചാൽ നമ്മുടെ സ്മോക്കർ റെഡി. ഇനി സ്മോക്കർ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ 2 എണ്ണം കൊണ്ട് വെക്കുന്നു. നമുക്ക് മേലൊന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. ഇനിയിപ്പോ എന്താ ജസ്റ്റ് വെക്കാല്ലേ, നോക്കിട്ട് ഇവിടെ 2 3 ജസ്റ്റ് ഉണ്ടാക്കാം. ജസ്റ്റ് ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റും, കാരണം വുഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, ജസ്റ്റ് ഐ നീഡ് ജസ്റ്റ് ഇത് ഇങ്ങനെ അങ്ങോട്ട് ആക്കുക. 1 2 3 4 5 വേണ്ടേ? 1 2 എന്നാ പിന്നെ 6 ആക്കാം. കുറയ്ക്കണ്ടാണ് എണ്ണത്തില്. അവിടെ 6 ചെസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ 1 ഇവിടെയും 1 ഇവിടെയും വെക്കുന്നു. ഇനി 1 ഇവിടെയും 1 ഇവിടെയും വെക്കുന്നു. ഇനി ഇവിടെ 1 ഇവിടെ 1 വെച്ചിട്ട് ഇവിടെ നമുക്കൊരു സ്റ്റോൺ കട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിന് മുന്നേ ഞാൻ ഉറങ്ങട്ടെ. സ്ലീപ്പിംഗ് ത്രൂ ദി നൈറ്റ്. ഓക്കെ, നിനക്ക് ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഞാൻ ഇപ്പൊ ഹെഡ്സെറ്റ് ചെവിയിൽ ഊരി എന്റെ ഷോൾഡറിൽ ഇട്ടേക്കുവാണ്. ഷോൾഡറിലല്ല, കഴുത്തിലിട്ടേക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് ചെന്നിട്ട് നമ്മുടെ സ്റ്റോൺ കട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത്, 2 അയേണും പിന്നെ വുഡോ അങ്ങനെ എന്തോ വേണം. സ്റ്റോൺ കട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത്? സ്റ്റോൺ കട്ടർ ഇവിടെ അല്ലേ? സ്റ്റോൺ കട്ടർ സെർച്ച് ചെയ്ത് നോക്കാം. സ്റ്റോൺ കട്ടർ 1 അയേണും പറഞ്ഞ സ്റ്റോറേജിൽ ഉണ്ടല്ലോ അവിടെ. അതാ എനിക്ക് താഴെ പോകാൻ വയ്യ. ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും അത് ചെയ്തോളാം. വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇത് പെട്ടെന്നാവും. ഈ സാധനം ഇതിന് സ്മോക്കർ ആയതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് കിട്ടും നമ്മുടെ സാധനം. ഇത് ഉണ്ട്. ഇനി ഇതിവിടെ 3 ഇതിവിടെ 1 നമ്മുടെ സ്മോക്കർ അല്ല മറ്റേ ഇത് ആ സാധനം സെറ്റ് ആയിട്ടുണ്ട്. സ്റ്റോൺ കട്ടർ അങ്ങനെ ഒരു സെറ്റ്. വേറെ എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടായിരുന്നു? ഒന്നുമില്ല. ഇനി നമുക്ക് നേരെ അപ്പൊ നമുക്കേ ഇതുണ്ടാക്കാം. ഞാൻ കാർപ്പറ്റ് എടുക്കാൻ നോക്കാം. ഞാൻ വൂൾ എടുക്കാൻ പോയതാണ്. നമുക്ക് ഇച്ചിരി കാർപ്പറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇടാം. സ്റ്റോൺ കട്ടർ എടുക്കുന്നു, ഇവിടെ വെക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞി ബേസ്. കുഞ്ഞിതല്ല, സ്ഥലം കുറെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം എന്ന് വിചാരിച്ച് നമ്മൾ ആ കാണുന്ന ബേസ് കളയുന്നല്ല. അത് നമ്മുടെ ആദ്യത്തെ വേൾഡ് ഇൻ ദിസ് വേൾഡ് ആണ്. അത് നമ്മൾ അങ്ങനെ കളയൂല. ഓക്കെ, അത് അവിടെ തന്നെ വെക്കും നമ്മള്. അത് ആ ഒരു ബിൽഡ്. ആൻഡ് ഇനി ചെയ്യാനുള്ള വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ച്. കാർപ്പറ്റ് നമുക്ക് കാർപ്പറ്റ് കൂടി ഉണ്ടാക്കി ഒന്ന് സെറ്റ് ആക്കി ഇടാം. ഇത് മതിയാകുന്നു തോന്നുന്നു. ഉറപ്പില്ല. ഈ കാർപ്പറ്റ് വെക്കൽ ഇഷ്ടല്ലേ? ഞാൻ ചില കൺട്രോൾ കിട്ടൂലോ ഈ മൊബൈലില്. പിന്നെ നിങ്ങൾക്ക് ഈ കൺട്രോളർ ഇങ്ങനെ സൈഡിൽ കാണുമ്പോൾ പോലെ ഉണ്ടാവും. ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സാധാ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന സെയിം സാധനം മൊബൈലിലൊന്ന് കളിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അതായത് നിങ്ങൾ പുതിയ മൊബൈലിൽ കളിക്കുന്ന ഉള്ളിൽ അങ്ങനൊന്നും വിചാരിക്കണ്ട. സാധാ മൊബൈലിൽ കളിക്കുന്ന സാധനം അല്ല, സാധാ കമ്പ്യൂട്ടറിൽ കളിച്ചാലും മൊബൈലിൽ കളിച്ചാലും മൈക്രാഫ്റ്റ് തന്നെയാണ്. ഓക്കെ, റിമെമ്പർ ദാറ്റ്. എൻ്റെ 45 വീണ്ടും ആയിട്ടുണ്ട്. ഞാൻ ഇത് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം.
അബും. ഓക്കെ ഗൈസ്, നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നല്ല കില്ലാടിയായിട്ട് നമ്മുടെ ഭംഗിയില് നമ്മുടെ ട്രീ ഹൗസ് സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ നോക്കാം, ഞാൻ അടുത്ത വീഡിയോയിൽ മറ്റേ ക്രീപ്പർ ഫാം വരുന്നൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് ഒരു ഉറപ്പില്ല. എനിക്ക് എൻ്റെ റിസോഴ്സ് ആയിട്ടില്ല, റിസോഴ്സ് ആയാൽ ഞാൻ ചെയ്യാം. പിന്നെ അയൺ ഫാം എനിക്ക് റെയിലിൻ്റെ ആവശ്യമുണ്ട്. ബോട്ട് മതി, പക്ഷേ ബോട്ട് വെച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇവിടെ വരെ എത്താനാണെങ്കിൽ കുറേ നേരം എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെറിയ സമയം നമ്മൾ റോഡ് ടു 1000 സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അടിച്ച് പൊട്ടിക്കുക. 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗിവ് അവേ. ഓക്കെ, എനിക്കല്ല, എനിക്ക് തന്നെയല്ല വിൽക്കുന്നത്, നിങ്ങൾക്കായിരിക്കും ഞാൻ ഗിവ് അവേ തരാൻ പോകുന്നത്. ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് കാര്യങ്ങളും ഓർ നോക്കിയിട്ട് ലാപ്ടോപ്പ് അല്ലല്ല ലാപ്ടോപ്പ് ഞാൻ 100K അടിച്ചാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. ലാപ്ടോപ്പ് ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിയിട്ട് കൊടുക്കും. ആൻഡ് എല്ലാവരും സബ് ചെയ്തിടുക. നമ്മുടെ ഗിവ് അവേ ഈസ് കമ്മിങ് സൂൺ, സൈനിങ് ഔട്ട് എന്ന് പറയാൻ പോകുന്നു. ആൻഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെറിയ സമയത്ത് നമ്മൾ അടുത്തൊരു വീഡിയോ കാണാൻ പറയുന്നുണ്ട്. ബ്രൂട്ട് 27 സൈനിങ് ഔട്ട്. മറ്റൊരു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. നല്ല മഴയാണ്, അപ്പോൾ ശരിക്കും ബൈ ബൈ.